ചോദിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉദാഹരണം അല്ല ഞാൻ ചോദിക്കുമായിരുന്നു. അല്ല, എനിക്ക് എന്തോ അറിയില്ല, എൻ്റെ ദൈവവിളിയെ കുറിച്ച് എനിക്ക് ഒരിക്കലും സംശയം തോന്നിയിട്ടില്ലായിരുന്നു. കാര്യം നമുക്കിത് ചിലപ്പോൾ തോന്നിയതൊക്കെ വിട്ടു പോകണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും എന്തോ അതെനിക്കൊന്നും ദൈവത്തിന് പദ്ധതിയുടെ ഭാഗമായിരിക്കും. ഒരിക്കലും എനിക്ക് ദൈവവിളി ഉണ്ടോ, എന്നെ പറഞ്ഞു വിടുമോ, അങ്ങനെ ഒരു സംശയമൊക്കെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഓർക്കുന്നില്ല. ദൈവം വിളിച്ചിട്ട് ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്, ഈശോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളെ വഴി നടത്തും, ആ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങളോ അങ്ങനെ എന്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛാ, ഇപ്പൊ നമ്മള് പട്ടത്തിലേക്ക് എത്തുന്ന ഒരു സമയം, അപ്പോൾ 4ാമത്തെ കൊല്ലം തിയോളജി പഠനം. തിയോളജി 4 കൊല്ലമാണ്. അപ്പോൾ അവിടെയുണ്ട് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ഫിലോസഫിയിലും തിയോളജിയും പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ സ്റ്റഡി കഴിഞ്ഞതിന് മുമ്പ് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞങ്ങളുടെ പട്ടം വരിക. അത് ശരി. സാധാരണയായിട്ട്. അപ്പോൾ എനിക്ക് 71 ഒക്ടോബർ 24 അന്ന് മിഷൻ ഞായറാഴ്ചയാണ് പട്ടം. കണ്ടസ്റ്റാംഗ്ലയിലാണ്. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെയുള്ള ഒരു കൊച്ചച്ഛനായിരുന്നത് ജോർജ് ചേലപ്പാട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് നമ്മൾ ഇത്തിരി കാര്യം ചെയ്യുന്നാൽ അതുകൊണ്ട് നമുക്ക് പുറത്ത് തന്നെ നടത്താം എന്ന് പറഞ്ഞ് പള്ളിയുടെ മുമ്പിൽ, പള്ളിക്ക് 3 വിങ്ങോക്കിൻ്റെ വലിയ പള്ളിയാണ്, പുറന്ന പള്ളിയാണ്, അതിന് പറഞ്ഞ് നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഈ ഞാറ്റുവേല മാറുന്നതുകൊണ്ട് ഒരു മഴ പെയ്യാൻ സാധ്യതയായി. പുള്ളി പറഞ്ഞാൽ നമ്മൾ ചെടി അങ്ങനെ പുറത്ത് വന്ന് മനോഹരമായിട്ട് പന്നിറക്കിയിട്ട് വരിക. അപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചാണ്, കുണ്ടുകുളം പിതാവിൻ്റെ ആദ്യത്തെ ബാച്ച് ഞങ്ങളുടെയാണ്. ആ ബാച്ച് തൊട്ടാണ് ഇടവകയിലെ പട്ടം കൊടുക്കല്. അത് ശരി. എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഒരു. അപ്പോൾ ആദ്യമായിട്ട് കണ്ടസ്റ്റാംഗ്ലയിൽ ഞാനെത്ര 20ാമത്തെ കണ്ട അച്ഛനാന്ന് തോന്നുന്നു. പക്ഷെ ആദ്യത്തെ പട്ടയറ്റതും പുതുമാശ്ശേരിയതും കണ്ടസ്റ്റാംഗ്ലയുടെ ഇടവകയിൽ ഞാനാണ്. അപ്പോൾ അത് കൊറോന ആയതുകൊണ്ട് കൊറോനയിലുള്ള എല്ലാ പള്ളികളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു മാർഷികങ്ങളൊക്കെ ആയിട്ട് വലിയ പരിപാടിയാണ്. പക്ഷെ എന്തുണ്ടായി, ഞങ്ങൾ അവിടെ നിന്ന് ആഘോഷമായിട്ട് വരുന്നു. 1:30 മണിയാകുന്നു. 2 മണിക്കാണത്. 1:30 മണി. ഞങ്ങൾ പെരുമ്പുഴ പാലുണ്ട്, വലിയൊരു പാലുണ്ട്, കോൾപ്പാടത്തിനുണ്ടായി. അവിടെ എത്തുന്നു. ഇതാ പെയ്യുന്നു മഴ, ഭയങ്കര മഴ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ആൾക്കാരൊക്കെ കുട ചൂടി പള്ളിയിലേക്ക് വരുന്നത് കാണാം. ഇപ്പം എന്തുണ്ടായി, മരത്തിൻ്റെ സ്വീകരണം മടങ്ങി ചാരി ചാരി ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പട്ടത്തിന് അപ്പോൾ ഇതെല്ലാം മാറ്റി എല്ലാം പള്ളിയുടെ അകത്തേക്ക് പോയി. അപ്പോൾ വേറെ ചെയ്യാനില്ല. അത് കഴിഞ്ഞ് പിന്നെ വാർഷികവും പരിപാടികളൊക്കെ ഒത്തിരി പരിപാടികളുണ്ട്. ഒരു ഫോട്ടോ പോലും മൊത്തം എടുക്കാൻ പറ്റിയില്ല, മഴ. മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു. ഈ പരിപാടി മുഴുവൻ മഴച്ചാറിലാണ് നടന്നത്. അതുകൊണ്ട് അത് ഓർക്കാനും ഇത് പക്ഷെ ആദിത്യമാണ്, എല്ലാവർക്കും സങ്കടമായി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് അന്ന് അങ്ങനെയായിരുന്നു. അതാണ് അന്നുണ്ടായത് ഒക്ടോബറിൽ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അപ്പന് സുഖമില്ലാതെ കുറച്ച് ഇതൊക്കെ വന്നിരുന്നു. ഞാൻ തിരിച്ചു പോകുന്നു. ഡിസംബറിൽ ഞാൻ വീണ്ടും അപ്പന് ദിവസം കൂടി ഞാൻ വരികയാണ്. വരുന്ന രാത്രി വെച്ചിട്ടാണ് നമ്മുടെ 71 ബംഗ്ലാദേശ് യുദ്ധം രാത്രി നിന്ന് അറിയുന്നു. ഡിസംബറിൽ 15 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ സദേൺ കമാൻഡിൻ്റെ എയർ ബേസ് അവിടെയാണ്. അപ്പോൾ ഓരോ 50 മണിക്കൂറിലും അവർക്ക് ഇതെടുത്ത് പരീക്ഷ നടത്തണം. അപ്പോൾ അത് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് മൊഴികളെ വരുന്നത്. അപ്പോൾ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ലങ് മാത്രമേ അച്ഛൻ ഉണ്ടായിരുന്നു, മരിയോളജി എടുക്കുന്ന അച്ഛൻ, 7 അടി 2 ഇഞ്ച്. ആളുകൂടെ വന്ന് മറാഠി പഠിച്ച് അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ ആൾക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റില്ല, വെയിറ്റ് ഫോർ 1 മിനിറ്റ് പറയാം. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരിയും വളരെ ആരാശമുള്ള ഒരു അച്ഛനാണ്, മരിച്ചുപോയി. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എക്സ്പെർട്ട് പ്രൊഫസേഴ്സ് അവരുടെയൊക്കെ ഒരു ഇത് നമുക്കേ. അപ്പോൾ ഈ ഇത് ഇങ്ങനെ എടുത്ത് അപ്പോൾ ഇത് കാണും, ഞങ്ങൾ ഇവർ അക്രോബാറ്റിക്സ് കാണിക്കുന്നതൊക്കെ കാണാം. അത് മനസ്സിലായിട്ട് അപ്പോൾ വീട്ടിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് അപ്പന് ഭേദമായി പോകാൻ നിൽക്കുമ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പൻ്റെ അപ്പസവും കൂടും. ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, അപ്പനെ ഇത് പേടിച്ചിട്ടല്ലേ ഇത് പറഞ്ഞു. തിരിച്ച് അത് കഴിഞ്ഞ് പിന്നെ അന്ന് കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ്. പിന്നെ അപ്പം ഞാനും തിരിച്ചു വന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു ഇടവകയിൽ ജോലി കൊച്ചായിട്ട് എടുത്ത് 3-ാം ദിവസം അപ്പം മരിക്കുകയാണ്. അപ്പൻ കിടപ്പായിരുന്നു. പക്ഷെ അപ്പൻ വളരെ ശാന്തമായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വലിയൊരു എന്താ പറയണ്ടേ, നമുക്ക് വീണ്ടും നമുക്കൊരു നഷ്ടം. അപ്പനെ വളരെ ശാന്തമായിട്ടുള്ള പ്രകൃതിയായിരുന്നു, അതൊന്നും പറയില്ല. അമ്മ അങ്ങനെ തന്നെ. പക്ഷെ അപ്പൻ വളരെ അപൂർവമായിട്ട് കുറച്ച് പറയുള്ളൂ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ലോ ആയിട്ട് വന്ന് ഞാൻ അവിടെ സഹായിക്കാൻ നിൽക്കുമ്പോൾ ഈ ലൂയിസ് അച്ഛൻ്റെ ഒപ്പമാണ് ഞാൻ വേറൊരു ഇടവിൽ സഹായിക്കുകയാണ്. അപ്പോൾ അപ്പം വിചാരിച്ചു ഞാൻ വാശാനിക്കെങ്കിലും എത്തുന്നു. ഞങ്ങളവിടെ ഓരോ കാര്യം നടത്തി ഈസ്റ്ററിൻ്റെ അന്നാണ് ഞാൻ തിരിച്ചു. അപ്പോൾ തന്നെ പെങ്ങന്മാർ നോക്കിക്കൊണ്ട് ഇപ്പോൾ കിട്ടും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ കിടക്കണ്. അപ്പം അപ്പനകത്ത് പുറത്തിരിക്കുന്നു. എന്താ പോകുന്നതെന്ന് ചോദിച്ചു.
ഒറ്റ ചോദ്യമുള്ളൂ, ഞാൻ വോട്ടാൻ്റെ കൂടി അകത്ത് കയറുന്നുണ്ടെന്നുണ്ടായില്ല. അപ്പം പെങ്ങന്മാർ പറഞ്ഞു ഇത് വേണം, നിനക്കത് വേണം, അല്ലെങ്കിൽ നീ വലിയ ഇതല്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. ഇതുപോലെ എനിക്കുണ്ടായത് അപ്പൻ്റെ ആ ശാന്തത എനിക്ക് അനുഭവപ്പെട്ട വെച്ചാൽ അപ്പൻ ഉപയോഗിച്ചിരുന്ന ഒരു പാർക്കർ 51 പെന്നാണ്. പാർക്കറിന്റെ ഇന്നത്തെ കാലത്ത് പിന്നെ പിന്നെ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അത് സ്കൂളിൽ പോകാത്ത ആളാണ്, വളരെ മൂല്യമുള്ളതാണ്. സ്കൂളിൽ പോകാത്ത ആളാണ്. ആ അപ്പനെ മനോഹരമായ കയ്യക്ഷരമോ ഓ അതുപോലെ തന്നെ കണക്കിൽ എപ്പോഴും മനക്കണക്ക് ഞാൻ ഓർക്കുന്ന അപ്പം പഠിപ്പിച്ച് പറഞ്ഞു തന്നതാണ്. ശരി. വൈകുന്നേരം ഞങ്ങൾ അന്ന് കറണ്ടില്ല, അപ്പോൾ ഈ വിളക്ക് കെടുത്തിയിട്ട് കെടുക്കും. അപ്പോൾ അപ്പം കെട്ടുമ്പോഴേക്കും ഞങ്ങൾ പെങ്ങന്മാർ ഞാൻ ഇങ്ങനെ കെടുക്കും, ഇങ്ങനെ ഉരുണ്ട് തടഞ്ഞ് അർത്ഥത്തിൽ ആ നേരത്തെ ഇതുപോലെ കഥകൾ പറയും, ഓരോ അനുഭവങ്ങൾ പറയും. അത് വലിയൊരു നമ്മളെ എൻറിച്ചിങ് ആയിട്ടുള്ള വളരെ എൻറിച്ചിങ്ങാണ്. ഇത് പ്രേക്ഷകർക്കുള്ള ഒരു ദൂതും കൂടെ വരികയാണ്. അത് മാതാപിതാക്കന്മാരൊക്കെ ഉള്ള ദൂതാണ്. കാരണം അച്ഛൻ എത്രയോ സ്നേഹത്തോടെ, എത്രയോ ആരാധനാ മനോഭാവത്തോടു കൂടിയാണ് തൻ്റെ അപ്പനെയും അമ്മയെയും ഓർത്തെടുക്കുന്നത്. അവരുടെ ഒരു സുഹൃതങ്ങളുടെ ഫലമായിട്ട് നാം തിരിച്ചറിയുകയാണ് ഈ നിമിഷങ്ങൾ. അതുകൊണ്ട് ഇതേപോലെ വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ഒരു പ്രേരണ ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആശംസയും കൂടി. അമ്മയ്ക്ക് ഉള്ള സ്വാധീനം എനിക്കറിയില്ലായിരുന്നു. അമ്മ മരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഇതുമാത്രം ജനങ്ങൾ വന്നിരുന്നേ. കാരണം അമ്മ അങ്ങനെ പോകാത്ത ആളാണ്. അല്ല, അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ അവിടെ ഭിക്ഷക്കാർ വരുമ്പോൾ നിരണ്ടായിരുന്നു, അപ്പോൾ വാക്യത്തോറുണ്ട്. അപ്പോൾ അവിടെ അപ്പുറത്തുള്ള ജന്മീല അവിടെ കഴിഞ്ഞാൽ ഈ ഭിക്ഷക്കാർ ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം. അവിടെ പോകാറില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കാൻ എന്താണ് അപ്പോൾ ഇതുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ അപ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, പുറത്താണ് അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങന്മാരോട് പറയാം, ഉരി ഞങ്ങൾക്ക് എല്ലാ പാത്രം ഉണ്ടായിരുന്നുള്ളൂ, നെല്ലുണ്ടായിരുന്നുള്ളൂ, ആ ഉരിയിലാണ് കൊടുക്കുക അരി. അപ്പം അമ്മ വിളിച്ച് പറയും, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വരും, പഠിക്കാണ്ട് കൊടുത്തോളാം മക്കളെ എന്ന് പറയും. നിറച്ച് കൊടുക്കുക, കണ്ടു വെള്ളം തന്നെ ഉണ്ട്. അതായത് അതിപ്പോഴും ഒരു വലിയ അതുപോലെ എല്ലാവരും അമ്മയുടെ മക്കളാണ്. അതോടെ സമയത്തുകൊണ്ട് അമ്മയ്ക്ക് വിഷമം. അച്ഛനത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. അത്രയും അമ്മ സ്വാധീനിച്ചിട്ടുണ്ട്. ശരി, അയൽപ്പക്കത്തുള്ള കുട്ടികളൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മയുടെ ഭക്ഷണം എടുത്ത് കൊടുത്തിട്ട് വെള്ളം കുടിച്ച് പോയിരുന്ന ആളാണ്. അതുകൊണ്ട് അമ്മ മരിക്കുന്ന നേരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്, അമ്മ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാത്ത ആളാണ്. ഡോക്ടർ പറഞ്ഞത് കുടൽ ചുങ്ങിയിരിക്കുന്നു, ഞങ്ങൾ കപ്പയുടെ അത്ഭുതപ്പെട്ട് പോയത്. കാരണം അമ്മ കഴിച്ചിട്ട് അമ്മയ്ക്ക് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. അല്ല, ശരിക്കും ഒരു സ്വാർത്ഥതയുടെ അല്ലേ ഒരു ലോകമാണ് നമ്മൾ. എല്ലാവരുടെ അമ്മയായിരുന്നു. അതൊരു വലിയ കാര്യമായിരുന്നു. അതിപ്പോൾ അപ്പനായില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇളാപ്പൻ വലിയപ്പന്മാരും മക്കൾ പോലും വിഷമമുണ്ടായ പെൺകുട്ടിയോട് കെട്ടിച്ചു കൊടുത്തോണ്ട് വന്നാൽ അപ്പൻ്റെ അടുത്തായിരിക്കുക. അപ്പന് വലിയ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛാ, ഇതൊരു ഭാഗ്യവും കൂടിയാണ് അല്ലേ, ഈശ്വരാനുഗ്രഹം. വലിയ ഭാഗ്യം. ഇതേപോലെ നല്ല അപ്പനെയും അമ്മയും നമുക്ക് കിട്ടുക. നമ്മളിപ്പോഴും അതിൻ്റെ വില അറിയുന്നത്. സത്യം. അന്നൊക്കെ നമ്മളിങ്ങനെ കൃഷി കാണിച്ച് നടക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയായിരുന്നു മനസ്സിൽ അവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സെമിനാറിൽ പോകുന്ന നേരത്തെ അപ്പം പറഞ്ഞു, അതാണ് ആലോചിച്ചിട്ട് പോയിക്കോളോ എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ഒന്നും പറഞ്ഞില്ല. വളരെ അപ്പൻ്റെ ഒരു വലിയ ശാന്തമായ ഒരു പ്രത്യേക ഇതായിരുന്നു. ഇനിവേ അത് നമുക്ക് വിജയാനുഗ്രഹം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ട് പോകുന്നത് 72 മാളയ്ക്കടുത്ത്. അന്ന് ഇരിങ്ങാലക്കുടം തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയുള്ള അവിടെ പോകുന്നു. അത് അസിസ്റ്റന്റ്. ആ സമയത്താണ് കോളേജ് സമരം പ്രസിദ്ധമായി നടക്കുന്നത്. ജൂലൈ 72 ജൂലൈ 3-ാം തീയതിയാണ് ഈ കോളേജ് സമരം അറിയുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വലിയ ഒരു ഇത്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ എന്തിട്ടൊന്ന് വിജയം നടന്നു. പക്ഷെ പിന്നീട് ഉണ്ടായ കാര്യത്തിൽ ഞാൻ സജീവമായിട്ട് ഇടപെടേണ്ടി വന്നു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വേറെ സ്ഥലത്തിൽ പോയിരുന്നു. അങ്ങനെ പല കഴിഞ്ഞ് പിന്നെ വികാരിയായിട്ട് കഴിഞ്ഞ് പഠിക്കാൻ വീണ്ടും പോകുന്നു. എത്ര ഇടവേള? ഞാൻ കുറേ ഇടവേള ഇരുന്നിട്ടുണ്ട്. കുറച്ച് ഇടവേള ഇരുന്നിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ഞാൻ കുറേ നാൾ പഠിക്കാൻ പോയി വീണ്ടും. എനിക്ക് ഇന്ത്യൻ ഫിലോസഫി പഠിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ്. ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയിലുണ്ടായിരുന്ന ഒരു കാര്യം, 2000 കൊല്ലത്തെ പഴക്കമുണ്ടായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ഇതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് ഈ സാധാരണക്കാരുടെ ഇടയിൽ ഇത്ര ഇതില്ലാത്ത? ഇവിടെ കുറച്ച് നാൾ ആ സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കണേ. അപ്പോൾ എന്തോ ഇതിലുണ്ട്, ഇവിടുത്തെ ഇന്ത്യൻ ചിന്തയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഫിലോസഫി പഠിക്കണം എനിക്കുണ്ടായിരുന്നു. സെമിനാറിൽ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള പല ഫോറിൻ അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് നമുക്ക്. പിന്നെ ലാറ്റിനിലായിരുന്നു ക്ലാസ്സൊക്കെ തുടക്കത്തിൽ. അപ്പോൾ ഞങ്ങൾ ലിറ്ററേച്ചർ മുഴുവൻ ലാറ്റിനായിരുന്നു. പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കി തുടങ്ങി ഈ 10 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രഞ്ച് പ്രൊഫസർ പറയും, നല്ല മനുഷ്യൻ, നല്ലൊരു അച്ഛൻ ടീമാണ്, പറയും, ബ്രദേഴ്സ് ദർ ആർ ഓൺലി 24 hours പണി തീരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അവരപ്പോഴവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും അവരെ ഓർക്കുമ്പോൾ നമുക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ പോകുന്നു. അവിടെ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ മിഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവർ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ ഞാൻ അവർ പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ത്യൻ ഫിലോസഫി പഠിക്കണേ, വേദാന്ത പഠിക്കണേ എന്ന് പറയുമ്പോൾ ഒക്കെ ഈ ആദിവാസികളുടെ ഇടയിലൊന്നും ഒരു മാറ്റമില്ല. അവരും കേട്ടിരിക്കുന്നു.
ഞാൻ 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ എൻ്റെ കസിനോട് ചോദിച്ചു, സിസ്റ്ററാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇവർ സാധാരണ സന്തോഷം കാണുമല്ലോ വേണ്ടേ, ഇനി ഇവിടെ വിളിക്കുമോ? അപ്പോൾ എൻ്റെ മുഖത്തൊരു നോട്ടം നോക്കി എൻ്റെ കസിൻ. ചേട്ടൻ ഇപ്പോഴും അറിയില്ലേ എന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. ആരാണ് ഇവർ ചൂഷണം ചെയ്യുന്നവർ? മനസ്സിലായില്ലേ? അതെന്നിൽ ഭയങ്കരമായിട്ടൊരു ഷോക്കായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കൽ, അതായത് യേശു വന്നത് എന്തിനാണ്? ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ വന്നത് ജീവനുണ്ടാകാൻ സമൃദ്ധി. അപ്പൊ ജീവനെതിരായിട്ട് എന്ത് വന്നാലും അങ്ങനെയാണ് നമ്മൾ എങ്ങനെ അറിയാതെ ഈ പരിസ്ഥിതിയിലേക്കും പ്രകൃതി യുദ്ധത്തിലേക്കും വരാണ്ട് വരുന്നത്. നമുക്ക് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലേക്ക് വരാനുള്ള സമയം എൻ്റെ ആത്മീയതയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. കാരണം ഇത് മസ്റ്റാണെന്നുള്ളത് അറിവുകൊണ്ടാണ്. മസ്റ്റാണ്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ മാതാപിതാക്കന്മാരിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്മകൾ വരുന്ന മാതാപിതാക്കന്മാരിലൂടെയാണ് എന്ന് പറയുമെങ്കിലും ഈ പ്രകൃതിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ശ്വസിക്കുന്ന വായു, അല്ലെ കുടിക്കുന്ന ജലം, ഭക്ഷണമാകുന്ന ആഹാരം, ഇതെല്ലാം നമുക്ക് നൽകപ്പെടുന്നത് പ്രകൃതിയിലൂടെയാണ്. അതെ. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് എല്ലാ നന്മകളും അത് മാതാപിതാക്കന്മാരിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവനെ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകങ്ങളായ, അല്ലെ, ശ്വസിക്കുന്ന വായു മാതാപിതാക്കന്മാർക്ക് നൽകാൻ പറ്റില്ല, അല്ലേ? അതേപോലെ തന്നെ കുടിക്കുന്ന ജലം, കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ദൈവം നമുക്ക് നൽകുന്നത് പ്രകൃതിയിലൂടെയാണ്. ഇപ്പോൾ ഒരു തലത്തിൽ മാതാപിതാക്കന്മാരെക്കാൾ, അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് പ്രകൃതി മാറുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വ്യത്യസ്തത വേണ്ട, പ്രകൃതിയുടെ ഭാഗം കൂടിയാണ് നമ്മൾ. അതെ അതെ. അപ്പം തീർച്ചയായിട്ടും അച്ഛന് വളരെ സന്തോഷമുള്ള ഒരു ആത്മീയ യാത്രയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പ്രകൃതിയിലൂടെ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനം അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല. നമുക്ക് എടുക്കാതെ മാത്രമേ എടുക്കുകയുള്ളൂ. അതിന് ഒത്തിരി കാര്യങ്ങൾ ഇനി ഉദാഹരണം പറയാനുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടായിട്ട് തന്നെ പറയാറുണ്ട്. ഈ എന്നിട്ട് പറയാ, ജയിക്കപ്പ് തച്ചലാട്ടിലെ അച്ഛനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു. അച്ഛന് ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പല വീടുകളിലും പോയിട്ട് കാണാറുണ്ട്. രാത്രി വരുമ്പോൾ എല്ലാ ലൈറ്റും ഓൺ ചെയ്ത് കൊടുക്കും, പുറത്തെ എല്ലാ ലൈറ്റും. കാരണം പാമ്പ് എന്നൊക്കെ പഠിച്ചു. ഞാൻ പറഞ്ഞു, അതാ സംശയം തോന്നുന്നു പറഞ്ഞിട്ടാ പോരെ. പിന്നെ ഇത് നിങ്ങൾക്ക് കാശുണ്ടാവും കൊടുക്കാൻ, പക്ഷെ ഇത് നിങ്ങളുടെ അല്ല, ഇത് കോമൺ ആണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലെടുത്താൽ അപ്പുറത്തേക്ക് ഇല്ലാണ്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാതെ മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ ധാരണയാണ്. ഒരു ലൈറ്റ് ഉണ്ടെടുത്ത് ഒരു ലൈറ്റ് തന്നെ ഇടാൻ പാടുള്ളൂ, നിർബന്ധമാണ്. അതല്ല നിങ്ങൾ പിന്നെ അപ്പം ഞാൻ ജയിക്കിട്ട് പറയാനുണ്ട്, അല്ലെങ്കിൽ താൻ ഈ ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ പിന്നെ പ്രകൃതിയുടെ പറയാൻ എന്താ അർത്ഥമല്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, UNEPയുടെ ഒരു പ്രോഗ്രാം തന്നെ എങ്ങനെയാണ്, വൺ എർത്ത് കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് അവരുടെ മോട്ടോ തന്നെ. അതിന് നമ്മുടെ ഇപ്പം നമ്മുടെ മരിച്ചുപോയ നിര്യാതനായ നമ്മുടെ ഫ്രാൻസിസ് പോപ്പിൻ്റെ പാപ്പായുടെ ഇതില്ലേ, മനോഹരമായ ഒരു ചാക്ഷ്യലേഖനാണത്. അത് ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് നമ്മൾ സഭയിലും ആ ചർച്ച നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു റൈറ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് എന്താ കളർ പിക്ചേഴ്സ് ഒക്കെ ആയിട്ട് ഇപ്പം പ്രസിദ്ധീകരിക്കാനായിട്ട് അമ്മയമ്പലല്ലേ, അതല്ല അത് കറക്റ്റ്. ഞാൻ ആ കോപ്പി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, നോക്കിയിട്ടില്ല, അല്ല ഞാൻ അത് കൊണ്ടുവന്ന് തന്നേനെ. മനോഹരമായിട്ട് അത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഞാനിത് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഞാൻ എടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പ്രകൃതിക്കെതിരെ ചെയ്യുന്ന ഇടപെടലുകൾ അത് കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഞാൻ തന്നെ പള്ളിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഈ TV അത് വരുന്നു, TV അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനമുണ്ട്. ഭക്ഷണത്തിന് നേരത്താണ് ഇപ്പോൾ എല്ലാവരും TV ഓൺ ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു, ഭക്ഷണ നേരത്ത് TV ഓൺ ചെയ്താൽ നിങ്ങളത് കുമ്പസാരെ കുറിച്ച് പറഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞൊരു പള്ളിയിൽ 2 പള്ളികളിൽ പറഞ്ഞു. കാരണം നിങ്ങൾ എപ്പോഴാണ് ഒരുമിച്ചിരിക്കുന്നത്? കാലത്ത് ഒരു സമയത്ത് പോകുന്നു, ഉച്ചയ്ക്ക് ഒരുമിച്ചില്ല. അത്താഴത്തിന് നേരത്തെ മാത്രമേ നിങ്ങളുള്ളൂ. ആ സമയത്ത് ഈ സാധനം ഓഫ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് അവിടെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്നതാണത്. അത് ഒരു ദൂതും കൂടെ പറയാനുള്ള സമയമായി. കാരണം അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഊഷ്മളതയോടുകൂടി നിലനിർത്താനായിട്ടുള്ള ഒരു ടെക്നിക്ക്, ടിപ്പാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ദയവ് ചെയ്ത് TV ഓഫ് ചെയ്യുക. ഒന്നിച്ച് ഡൈനിങ് ടേബിളിലായിരിക്കുന്ന സമയത്ത് നല്ല വർത്തമാനങ്ങളുമായിട്ട്, അല്ലേ അച്ഛാ, ഒരു ഷെയറിങ് ഉണ്ടായിരിക്കണം എന്നുള്ള. അല്ല, എന്താ സംഭവിച്ചിട്ട് സ്കൂളിൽ നടക്കുന്നത് ഒന്നും പറയാൻ അങ്ങോട്ടും കൊണ്ട് പറയാനായിട്ട് നേരം കിട്ടുന്നില്ല ഇപ്പോൾ. സത്യം. നമ്മളപ്പോൾ ഒരു കുടുംബം എന്നുള്ള ഒരു ഇതില്ല എന്താ വരുന്നേ, അതിപ്പോൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ശരിക്കും നമ്മൾ അതിൻ്റെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. ഇത് നമ്മുടെ ശരിക്കും ആത്മീയതയുടെ ഒരു വലിയ ഭാഗമല്ലേ. നമുക്ക് മനുഷ്യർ തമ്മിലുള്ള ബന്ധമില്ലാതെ പിന്നെ എന്താ കാര്യം? ഇല്ല.
അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഫോൺ വിളി വരുന്നു, മമ്മി ഇന്ന് എനിക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ദോശ, അടുത്ത മുറിയിൽ നിന്ന് മോള് വിളിക്കുന്നു എനിക്ക് എന്ന് ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അമ്മ വീട്ടിൽ വെറുതെ ഒരു സെർവൻ്റായി. ഇവർക്ക് ഇത് പ്രത്യേകതകളൊന്നുമില്ല. അത് വലിയൊരു പ്രശ്നമാണിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ നടക്കുന്ന വലിയൊരു പ്രശ്നമാണത്. അതുപോലെ ഭക്ഷണത്തിൻ്റെ ദുരുപയോഗം ഭയങ്കരമായിക്കൊണ്ടിരിക്കുന്നു. വേസ്റ്റാക്കി കളയുന്നു. അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വരുന്നിടത്താണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിന് ഭാരമാകുന്ന എല്ലാം നമ്മൾ ചെറുക്കണമെന്ന് പറഞ്ഞതിൽ പെട്ടതാണ് നമ്മുടെ ഈ ജങ്ക് ഫുഡുകൾ, ഭക്ഷണ സാധനങ്ങൾ. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ചികിത്സാ രീതികൾ, ശരീരത്തിനെ മനസ്സിനെ ആത്മാവിനെ എല്ലാം പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാം നടക്കുന്നത്. ആ തരത്തിലാണ് നമുക്ക് പ്രകൃതി ജീവൻ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാകുന്നത്. കാരണം അത് ഏറ്റവും അടിസ്ഥാന ചോദ്യത്തിലേക്കാണ് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുന്നത്. മറ്റുപോലെ ഇതല്ല, അപ്പോൾ ഒരു മരുന്ന് കഴിച്ചു ഭേദമായി അല്ല, തീർത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആഹാരമാണ് മരുന്ന്, ആഹാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഏറ്റവും രസമായ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ അലോപ്പതിക്കാരൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ഹിപ്പോക്രാറ്റസ് ആണ് പറഞ്ഞത്, യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. ആഹാരമാണ് ഔഷധം. ഇല്ലെങ്കിൽ ഔഷധം ആഹാരം പോലെ കഴിക്കേണ്ടി വരും. അച്ഛൻ്റെ ഒരു പരിസ്ഥിതി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കണ്ടൽക്കാടുകൾ നിർമ്മിച്ചെടുത്ത ഒരു കണ്ടൽക്കാടുകൾ അതുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചേറ്റുവ പാലത്തിന് ഇപ്പുറേ. ഞാനും എൻ്റെ സുഹൃത്ത് ജേക്കബ് തച്ചാട്ടിലച്ഛനും പിന്നെ ഔട്ടർ മീഡിയാത്തെ സുഹൃത്തുക്കൾ, കോളേജ് സുഹൃത്തുക്കൾ ഒക്കെ കൂടിയിട്ട് വന്ന് ഞങ്ങൾ 10-30 വർഷം മുമ്പ് 1992, 93, 94 3 വർഷങ്ങളിലാണ് ഇതൊരു പ്രത്യേക സ്കീമായിട്ടാണ് ഇവിടെ ചെയ്തത്. ഇതിന് ഞങ്ങൾക്ക് പ്രചോദനം തന്നത് അക്കാലത്ത് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന PCO എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്. അവിടുത്തെ നളിനി നായിക്ക് എന്ന് പറയുന്ന ആ ശ്രീമതിയിൽ നിന്നാണ് ഞങ്ങൾക്ക് പ്രചോദനം കിട്ടിയതും ഞങ്ങളിതിലേക്ക് നയിച്ചതും. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് പൈലറ്റ് സ്റ്റഡി നടത്തി, പൈലറ്റ് ഇത് നടത്തു. പല വിധത്തിലാണ് ഇത് നടുന്നത്. ഇതിന് നഴ്സറി ഉണ്ടാക്കി നടാം, നേരെ വന്ന് ഇത് നടുകയും ചെയ്യാം. ഇതിൻ്റെ വിത്ത് കണ്ടാൽ അത് അറിയുള്ള വിത്ത് നമ്മുടെ മുരിങ്ങക്കായയുടെ പോലത്തെ വിത്താണ്. അപ്പോൾ അതിൻ്റെ ആ കൊമ്പ് താഴത്തെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുട്ടിന് സാധനം വളർന്ന് മരമായിട്ട് വരികയും ചെയ്യും. കണ്ടൽ ഒരു ആവാസ വ്യവസ്ഥയാണ്. കണ്ടൽ കാടുകൾ ലോകമെമ്പാടും നിയമം മൂലം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണത്. ഇന്ത്യയിലും ഉണ്ടത്. വളരെ സ്ട്രിക്റ്റ് നിയമമാണത്. കാരണം അത് കടൽ ഭിത്തികൾക്ക് പകരം കടലാക്രമണത്തെ തടയുന്നു. ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കര പിടിപ്പിക്കുന്നവയാണ്. ഇതിൽ തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്, 100 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മെയിൻ വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഭ്രാന്തൻ കണ്ടൽ അല്ലെങ്കിൽ റൈസോഫോറ മക്രോണോത്ത എന്ന് പറയുന്ന വെറൈറ്റി, അതിലാണ് ഇതുണ്ടാകുന്നതും. അതിൻ്റെ വേരുകളൊക്കെ കൂട്ടിപ്പിടിച്ച് കര പിടിപ്പിച്ച് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ആവാസ വ്യവസ്ഥയ്ക്ക് സഹായം നിൽക്കുന്ന ഒരു വിഭാഗമാണ് കണ്ടൽ കാടുകൾ. ഇതൊരു ആവാസ വ്യവസ്ഥയാണ്. ഒരെണ്ണം രണ്ടൊന്നുമല്ല, ഒത്തിരി തരം വെറൈറ്റികൾ അതിലുണ്ട്. ഇതിൻ്റെ വേരുകൾ ഓടിയിട്ട് ആ വേരുമൊക്കെ നമുക്ക് കയറി നടന്ന്, അത്രയും സ്ട്രോങ് വേരുകളാണ്, നടന്ന് ഇതിങ്ങനെ കണ്ടൊരു കാഴ്ച കാണാം. അതിനിടയിൽ വേറെ ഒന്നുള്ളത്, മനുഷ്യവാസപ്പം അവിടെ ഇല്ലാത്തത് കൊണ്ട് പക്ഷികളുടെ വലിയൊരു സങ്കേതമാണത്. ഏതൊക്കെ തരം പക്ഷികളാണെന്ന് പറയാൻ പറ്റില്ല, അത്രയധികം പക്ഷികൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് അവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവർ ചേക്കേറി പല വിധത്തിൽ വന്ന് ഇവരുടെ ഒരു ആകെ കൂടിയിട്ടുള്ള ഒരു ശബ്ദകോലാഹലം ഉണ്ട്. അതിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാം. ഇവിടെ നിങ്ങൾ കുറച്ചങ്ങോട്ട് നീട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 10 ഏക്കർ സ്ഥലമുണ്ടത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ജനവാസം ഇല്ലാത്തതുകൊണ്ട് പക്ഷികളുടെ വിവിധ തരം പക്ഷികൾ, മറ്റു ചെറിയ ചെറിയ മൃഗങ്ങൾ നമ്മൾ വിരോധിക്കുന്നില്ല, അതൊക്കെ കൂടി വസിക്കുന്നതുകൊണ്ട് റിസർച്ചിനായിട്ട് കോളേജുകളിൽ നിന്ന് പിള്ളേരും അധ്യാപകരും വരാറുണ്ട് ഇവിടെ അടുത്ത് ഞങ്ങൾ സഹായിച്ചിരുന്നത് ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ്. വിശ്വംഭരൻ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛൻ കൊച്ചാണ്. അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ആദ്യത്തിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. ഞങ്ങൾ പോയി കാണാറൊക്കെ ഉണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും കടൽ ഭിത്തിക്ക് പകരം ഇത് നട്ടു വളർത്തുകയാണ് ചെയ്യുന്നത്. ഒത്തിരി രാജ്യങ്ങളിൽ, ഇപ്പോൾ തായ്ലാൻഡ് ആയാലും തൈവാൻ ആയാലും
ഇന്തോനേഷ്യ അവിടെ ഒത്തിരി ഭാഗങ്ങളിൽ അതുണ്ട്. നമ്മളിപ്പോൾ ഈ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 4 കൊല്ലം കൊണ്ട് അത് തിരയടിച്ചൊക്കെ പോകും, ഒഴുങ്ങിപ്പോകും. നേരം ഇതാണെങ്കിൽ ഒരിക്കലും ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അത്ര സ്ട്രോങ് ആണ് ഇതിൻ്റെ ഓരോ ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അവിടെ കുറച്ച് അകലെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ കൂട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ന്യൂ വൈപ്പിൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അവിടെ കൊച്ചിയിൽ ഇത് ഡ്രഡ്ജ് ചെയ്ത് സാധനം വെക്കിയപ്പോൾ ഇതിൻ്റെ പണ്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വളർച്ചയുണ്ടായിട്ട് അത് പുതിയ സ്ഥലമായി മാറുകയാണ് ചെയ്തത് അവിടെ. അപ്പോൾ അങ്ങനെ നമുക്ക് ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്വാസകോശങ്ങളെന്ന് വേണമെങ്കിൽ പറയാം പ്രകൃതിയുടെ കണ്ടലുകൾ. അതുകൊണ്ട് കണ്ടൽ നശിപ്പിക്കരുതെന്ന് നിയമം തന്നെയുണ്ട്. ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ എങ്കിലും ആൾക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ ഖേദകരമൊക്കെയാണ്. അത് നമുക്ക് തന്നെ നാശമാണ്, നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാം പ്രകൃതി സ്നേഹികളെ കുറ്റം പറഞ്ഞിട്ട് എല്ലാവരും വികസനം പറയുകയാണ്. വികസനത്തിൻ്റെ പേരിൽ ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ പലയിടത്തും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിസോർട്ടുകൾ പണിയും. റിസോർട്ട് പണിയുമ്പോൾ ആൾക്കാരുടെ ധാരണ അവിടെ കുറേ ബൾബും കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ വരുന്നത് അല്ല. വിദേശികൾ വരുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണാനും ആസ്വദിക്കാനും കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകത നമുക്ക് തിരിച്ചറിയുന്നത്. പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഏറ്റവും അടിസ്ഥാന ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യജീവൻ്റെ തന്നെ അടിസ്ഥാനങ്ങളൊന്നാണ്. പരിസ്ഥിതിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളെന്ന് മനസ്സിലാക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൾബ് കൊണ്ട് സാധിക്കുന്നുണ്ട്, ബൾബ് പാടില്ല എന്ന് പറയുന്ന അവിടെയാണ്. മനസ്സിലായി? ഈ ഫിലോസഫിയിൽ ഒരു തത്വമുണ്ട്. അത് ഒഖാം റേസർ എന്ന് പറയും. ഒഖാം എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്. റേസർ എന്ന് പറഞ്ഞാൽ കത്തി. അതായത് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് 2 കാര്യം ചെയ്യരുത്. ഇപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് 2 സ്പൂൺ ഉപയോഗിക്കരുത്. അത് ലറ്റിനിലാണ് അത് വരിക. മനസ്സിലായില്ലേ? അതായത് ഒരു കാര്യം ചെയ്യണം. അതാണ് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഒരു ബൾബിൽ സാധിക്കുന്ന കാര്യം 2ാമത് ബൾബ് ഇട്ടേക്കരുത്. പക്ഷേ 2 3 വേണ്ട അടുത്ത് ഇട്ടേക്ക്. അപ്പൊ അതിന് ജലത്തിന്റെ ഉപയോഗം നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഭക്ഷണം എന്തുമാത്രം നശിപ്പിക്കുന്നു. ജലം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യുദ്ധം ഉണ്ടാകാൻ തന്നെ ജലത്തിന് വേണ്ടി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെയും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു പറയുമ്പോൾ പരിസ്ഥിതി പുറത്തല്ല, എൻ്റെയും നിന്റെയും പുറത്തല്ല. പരിസ്ഥിതി നീ പരിസ്ഥിതിയുടെ ഭാഗമാണ്. നീ നാളെ ഉണ്ടാകുമ്പോൾ എന്താ, കൊല്ലങ്ങളായിട്ട് കുഴിച്ചിട്ടിരുന്ന അതേ കുഴിയിൽ തന്നെ നാളെ നമ്മൾ സ്കൂളിലോ സ്ഥാപനങ്ങളിലോ ഒരു തൈ കൂടി നടും. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് ആ സമയത്ത് വെച്ചിട്ട ചെടികൾ മരങ്ങളായിരുന്നപ്പോൾ ഒരു കാളയേനെ. ഒരു അച്ഛനെന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛൻ പറയാനുള്ളത് കാരണം ഇത് അച്ഛൻ്റെ ആത്മീയയുടെ ഭാഗമാണ്. കാരണം ഇത് സമഗ്രമായിട്ടൊരു ചിന്തയുടെ ഭാഗമാണത്. യേശു പഠിപ്പിച്ചത് തന്നെയല്ലേ? യേശു പഠിപ്പിച്ചത് തന്നെയല്ലേ? എത്ര സിമ്പിളായിട്ടാണ് ഓരോ കാര്യങ്ങളെടുത്ത് പറഞ്ഞിരുന്നത്. വലിയൊരു തത്വങ്ങളല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പോകുന്നു. ഇതിനെയും പറഞ്ഞു, പൂക്കൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞു, അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറഞ്ഞ് വലിയ തത്വങ്ങളെ പറഞ്ഞത്. അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഉത്തരവാദിത്വം ആർക്കാ? യേശുവിൻ്റെ അനുയായികൾക്കില്ലേ? ഇല്ലേ? നമ്മളെന്ത് ചെയ്യണേ? ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഈ ഒരു പാരിസ്ഥിതിക ദർശനം, അതുപോലെ ഒരു സാമൂഹ്യ വീക്ഷണം, ഇതൊക്കെ ചെറുപ്പം മുതലേ പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൻ്റെ, സമരത്തിൻ്റെ, അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ സംസ്കാര സമന്വയം ഒക്കെ ഈ മേജർ സെമിനാറിലൊക്കെ ഇപ്പോൾ അനുഭവിക്കാനായിട്ട് പറ്റി. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് യഥാർത്ഥത്തിൽ അച്ഛൻ. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ഒരു എന്താ പറയുന്നത്, യഥാർത്ഥത്തിലുള്ള ഈ ഒരു ആത്മീയ ദർശനം ഇടവകയിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് വിനിമയം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ അതിലൊരു സംതൃപ്തി. ഞാനിപ്പോൾ അവസാനം ഇരുന്ന പള്ളി വലിയൊരു പള്ളിയാണ്, പള്ളിക്കുന്ന് പള്ളി. 10,500 വീട്ടുകാരുള്ളതാണ്. ഞാൻ ചെല്ലുമ്പോൾ അവർ കേൾക്കുന്ന അവർക്ക് വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ സംഭവം ഇതാണ്, ഒരു പൂ പോലും ആ പള്ളിയിലില്ല, പള്ളിയുടെ പറമ്പിലില്ല. ഒരു തുമ്പ പൂ പോലും ഇല്ല. അതാണ് ഞാൻ പറയാറ്, തുമ്പ പൂ ഇല്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പോകുമ്പോൾ കാണുന്ന എല്ലാ വീടുകളിലും പൂക്കൾ വയ്ക്കുന്നത്. അപ്പോൾ അതിന് കുറേശ്ശെ കൊണ്ടുവന്ന് വെച്ചു, പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈവൻ ചെറുപയർ പോലെ ഞാൻ അവിടെ നട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ മറ്റതൊക്കെ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ഏതാ വരുന്നത്, കപ്പ നട്ടു കൊടുത്തു. ആ സമയത്താണ് നമ്മുടെ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത് കുറേ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വലിയൊരു എന്താ പറയേണ്ട ഒരു അനുഗ്രഹമായിട്ട് മാറിയത്. അപ്പം നമ്മൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രസംഗങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ മിക്കവാറും പള്ളികളിലൊക്കെ. അച്ഛൻ്റെ അതൊരു എന്താ ആത്മീയത നമ്മൾ ആഘോഷിക്കുന്ന ചില മാർഗങ്ങളാണ്.
ഇതേപോലെ തന്നെ നമുക്ക് വിശുദ്ധ ബലിയർപ്പണത്തിൽ, അതേപോലെ തന്നെ വിശ്വാസ പരിശീലനം, വിശ്വാസം കേൾവിയിൽ നിന്ന് അല്ലെ, അങ്ങനെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ക്രൈസ്തവ ദർശനങ്ങൾ അച്ഛനായിരിക്കുന്നിടത്ത് പ്രത്യേകിച്ചും കുടുംബങ്ങളുടെ രക്ഷയ്ക്കും വിമോചനത്തിനും ഒക്കെ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്ത കാര്യങ്ങൾ. ഞാൻ ഇതുപോലെ ഓരോ നമ്മൾ പ്രസംഗങ്ങൾ മാത്രമല്ല, പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സംഘടനകളുടെ പ്രവർത്തനങ്ങളായാലും എല്ലാറ്റും ഈ ചിന്ത പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രേ നമുക്ക് സാധിക്കുകയുള്ളൂ. വലിയ ഇത് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് പ്രസംഗങ്ങളിലൂടെയും പിന്നെ അവരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൊടുക്കുന്ന അത് തീർച്ചയായിട്ടും ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നത്, ഇത് ഒരു എന്താ പറയുക, ജനറലൈസ് ചെയ്ത് നമുക്കൊരു സമൂഹത്തെ പുനരുദ്ധരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. പക്ഷെ കുറച്ചും കൂടെ അടിത്തട്ടിൽ യേശു എല്ലാവരും വ്യക്തിപരമായിട്ട് സ്നേഹിച്ച അല്ലെ ഇടപെട്ട, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ആളെന്നുള്ള രീതിയിൽ ഈ അച്ഛൻ്റെ ഇടവകയിൽ നമ്മളിപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, അവിടെ നമുക്കറിയാലോ ഏത് ഇടവകയിലും വളരെ പാവപ്പെട്ടവരുണ്ട്. ഇപ്പം ഞാൻ അവിടെ വീടില്ലാത്തവരൊക്കെ ഉണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവിടെ വെച്ചാൽ വീടില്ലാന്ന് മാത്രമല്ല, വാടകയ്ക്ക് ഇരുന്നിരുന്ന വീട്ടിൽ വാടക കൊടുക്കാൻ പറ്റുന്നില്ല, വാടക കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല മറ്റവർക്ക്. അങ്ങനെ സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാരോട് തരാൻ പറയൽ തന്നെയാണ്. അവരൊക്കെ ആയിട്ട് നല്ലൊരു തരാറുണ്ട്. അപ്പം ഞാൻ പറയും, നിങ്ങൾ 10-1 കൊടുക്കേണ്ടത്, നിങ്ങൾ 1000 കൊടുത്താലും നമ്മുടെ ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വീടുകൾ വയ്ക്കുന്ന കാര്യമായാലും തന്നെയല്ല, പിന്നെന്താണ്, പിന്നെ പിള്ളേരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജൂബിലിയും കൂടി ആ കൊല്ലത്തിലാണ് വന്നത്, 71-ത്തെ 2021. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഏറ്റവും സിമ്പിളായിരിക്കണം, കാരണം 2 കാര്യം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടില്ല, ഇനി 50 ആരും കിട്ടില്ല, ഇതാരും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വീടുകൾ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് 4. പിന്നെ ഹയർ സ്റ്റഡീസിന് സംവിധാനം ഇല്ല. പക്ഷെ അവിടെ വേറൊരു സംവിധാനം ഉണ്ടായിരുന്നു, നല്ല സാധനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു 50 ലക്ഷത്തിൻ്റെ ഫണ്ട് കുറച്ച് നാളായിട്ട് സ്വീകരിച്ച് അവിടെ വെച്ചു, എമർജൻസി അപകടങ്ങൾക്ക് ഉപയോഗിക്കാൻ. ഒരേ സമയത്ത് 25,000 വരെ കൊടുക്കാം, കാരണം ഇതിന് പലിശ കിട്ടും. അപ്പോൾ അത് നല്ലൊരു പ്രവർത്തനമാണ്. ഞാൻ ഇതുപോലെ നമുക്കൊരു ഫണ്ട് ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. കാരണം കടെടുക്കലൊന്നും എത്ര പ്രായോഗികമൊന്നുമല്ല, കടെടുത്ത് വീട്ടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് നമ്മുടെ പിള്ളേർക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടുന്ന സ്കോളർഷിപ്പ് വരെ കൊടുക്കാൻ സംവിധാനം അത് പലയിടത്തും കിട്ടും. പക്ഷെ അതൊക്കെ കിട്ടി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടങ്ങിയിട്ടില്ല അവിടെ എൻ്റെ ജൂബിലിയോടനുബന്ധിച്ച്. ഞാൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും ആ ബോധവൽക്കരണം എന്ന് പറയില്ലേ, നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കൂടി കടമയാണത്. വേറെ ആരും ചെയ്യേണ്ടതല്ല. ഗവൺമെൻറ് ചെയ്തോട്ടെ, നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ തത്വം അതാണ്. കർത്താവ് പറഞ്ഞ് പിരിയുന്നത് അങ്ങനെ തന്നെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ അതിൽ ക്ഷമ, പൂർവ്വതി, വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവും. ഇതല്ലാണ്ട് നമ്മൾ നടത്തേണ്ട കാര്യം. അപ്പം ഞാൻ അവർക്ക് ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് പള്ളികളിലൊക്കെ. ശരി, നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് സാധിക്കുകയുള്ളൂ. കുറേ പേരെങ്കിലും അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. അത് നമുക്ക് ആരാ പറഞ്ഞ പോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് പറ്റുള്ളൂ. നമ്മുടെ പരിമിതികൾ നമുക്കറിയാം, മനസ്സിലായത്. അപ്പം അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇപ്പോഴും നമ്മൾ പോകുന്നു. ഞാൻ അതിൻ്റെക്ക് റിട്ടയർ ചെയ്ത് ഞാൻ കുറച്ച് മിഷൻ്റെ രാജ്യങ്ങളിൽ പോയിരുന്നു. റിസർച്ചും അത് 2 സ്ഥലത്താണ് ചെയ്തത്. ആദ്യം ഞാൻ ചെയ്തത് അത് ഈ യുവജനശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ അനുഭവത്തിന് ശേഷം എൻ്റെ സംസ്കൃത റിസർച്ച് മാറ്റിയിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്താ പറയണ്ടേ, മാർക്സിസ്റ്റ് ക്രിസ്ത്യൻ ഡയലോഗ് എന്നുള്ള നിലയ്ക്കാണ് അത് തന്നത്. ഒരു ഡയലോഗിൻ്റെ ഭാവത്തേക്കാണ് പോകുക. ആ കാലത്ത് അത് പ്രസക്തമായിരുന്നു, 80കളാണത്. അപ്പോൾ അതിന് ഞാൻ കുറേ എഴുതുകയും കുറേ ചർച്ച ചെയ്യുകയും കുറേ ഗൾഫായിട്ട് ആൾക്കാരായിട്ട് സംസാരിക്കുക. മറ്റേ രാഷ്ട്രീയക്കാരിപ്പോൾ ഫിഗോന്ന് പിള്ള, പിന്നെ മറ്റേ കാപ്പനച്ഛൻ, അങ്ങനെ കുറേ പേരായിട്ട് നമ്മൾ സംസാരിക്കാൻ, അച്യുത മേനോൻ, അതായത് അതിനായിട്ട് ബന്ധപ്പെട്ട് കുറേ സംസാരിക്കലും ഇൻ്റർവ്യൂ നടത്തലും കുറേ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ അത് തീസിസ് മുഴുവനാക്കിയില്ല, വേറെ ചില കാരണങ്ങൾ കൊണ്ട്. അത് കാണുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും തീർച്ചയായിട്ടും സഹനം ഇതിൻ്റെ ഭാഗമാണ്. അതായത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നതൊക്കെയും കിട്ടിയിട്ടുള്ളത് വേറൊന്നുമല്ല, കുരിശാണ്, സഹനമാണ്. അതാണ് രക്ഷ. അതിലൂടെയാണ് രക്ഷ. അതുകൊണ്ടാണ് ഇത്രയും പേര് മരിക്കുന്നത്. ഇപ്പോൾ പ്രാണിമേരി മരിച്ചതായാലും കൊല്ലപ്പെട്ടതായിരുന്നു. നോക്കിക്കോ, ഓരോരുത്തരും നോക്കിക്കോ, അത് ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. മനസ്സിലായില്ല? അപ്പോൾ യേശുവിൻ്റെ ഈ ഇതിൽ കൃത്യമായിട്ട് അവിടെ ഈ സഹനം എങ്ങനെയാണ്, അതായത് നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങൾ, കുരിശുകളാണ് നിങ്ങളുടെ കുരിശുകൾ.
നമ്മുടെ ഈ വർത്തമാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അറിഞ്ഞ കാര്യം, അച്ഛൻ്റെ ചിന്തകൾ, അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ, അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, അതെല്ലാം അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു അഗ്നിയായി, ഒരു തീക്ഷ്ണമായ പ്രവർത്തനങ്ങളായിട്ട് മാറിയതിൻ്റെ അനുഭവങ്ങളായിരുന്നു ശരിക്കും. അച്ഛനിപ്പോഴും എന്താ പറയുന്നത്, ഈ ലോകം മുഴുവനും ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ആ ഒരു സ്വപ്നത്തെക്കുറിച്ചുമാണ് ഇപ്പോഴും പങ്കുവെക്കുന്നത്. അതില്ലാതാകുന്നതിൻ്റെ ഒരു വേദന തീർച്ചയായിട്ടും അച്ഛൻ്റെ ഹൃദയത്തിൽ അച്ഛൻ സൂക്ഷിക്കുന്നുണ്ട്. ഈ വേദന തന്നെയാണ് അതിനുള്ള പരിഹാരം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.